എൻ.എം. വിജയന്റെ കുടുംബം ഭീഷണിപ്പെടുത്തിയെന്ന വിവാദ പരാമർശത്തിൽ മലക്കം മറിഞ്ഞ ഒടുവിൽ വി.ഡി. സതീശൻ. മകനല്ല, ഒപ്പമുള്ള ആരോ ഭീഷണിപ്പെടുത്തിയെന്നാണ് പറഞ്ഞതെന്ന് അദ്ദേഹം വയനാട്ടിൽ പറഞ്ഞു. മരണം നടന്ന് 2 ആഴ്ചയ്ക്ക് ശേഷം എൻ.എം. വിജയന്റെ കുടുംബത്തെ കാണാനെത്തിയ പ്രതിപക്ഷ നേതാവ് അടച്ചിട്ട മുറിയിൽ മകനുമായി കൂടിക്കാഴ്ച നടത്തി. DCC പ്രസിഡന്റും ബത്തേരി MLA-യും എവിടെയെന്ന് പാർട്ടിക്ക് അറിയില്ലെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. സ്ഥലം MLA IC ബാലകൃഷ്ണനും DCC പ്രസിഡന്റ് ND അപ്പച്ചനും ഇല്ലാതെയാണ് വി.ഡി. സതീശൻ വാർത്താ സമ്മേളനത്തിനെത്തിയത്. എന്നാൽ എൻ.എം. വിജയന്റെ ആത്മഹത്യാക്കുറിപ്പിൽ മരണത്തിന് ഉത്തരവാദിയായി പരാമർശമുള്ള KL പൗലോസ് ഒപ്പമുണ്ടായിരുന്നു. KPCC ഒത്തുതീർപ്പ് ചർച്ച നടത്തിയതിന് പിന്നാലെ എത്തിയ വി.ഡി. സതീശൻ നേരത്തെ പറഞ്ഞതിൽ നിന്ന് മലക്കം മറിഞ്ഞു. ആത്മഹത്യാക്കുറിപ്പുമായി എത്തിയ മകൻ വിജേഷ് ഭീഷണിപ്പെടുത്തിയതായാണ് ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ അവരെന്നോട് BJP-ക്കാര് പണം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, CPM-കാര് പണം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊരു രീതിയിൽ സംസാരിച്ചു. ഏത് അപ്പോൾ ഒരു ഭീഷണിയുടെ രൂപത്തിൽ അവരെന്നോട് സംസാരിച്ചു. നിങ്ങൾക്കറിയില്ല, അതൊന്നും എൻ്റെ അടുത്ത് വില പോകുന്നതല്ല. മകനല്ല, ഒപ്പം വന്ന ആരോ ആണ് ഭീഷണിപ്പെടുത്തിയതെന്നായിരുന്നു പുതിയ വാദം. താൻ പറയാത്തതാണ് പലരും വാർത്തയാക്കുന്നതെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. അല്ല, ഭീഷണിയുടെ സ്വരത്തിലല്ല, അത് അദ്ദേഹം പറഞ്ഞെന്നല്ല ഞാൻ പറഞ്ഞു. കൂടെ വന്ന ഒരാൾ പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞു. കൂടെ വന്ന ഒരാൾ, ഈ അദ്ദേഹം പറഞ്ഞെന്ന് പറയില്ലേ, ഇദ്ദേഹത്തെ ശരിക്കും അന്ന് ചില മാധ്യമപ്രവർത്തകർ ഇദ്ദേഹത്തിന്റെ മകനെ പ്രകോപിപ്പിച്ച് എനിക്കെതിരെ പറയിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. എൻ.എം. വിജയന്റെ ബാധ്യത ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് KPCC-യാണ് പറയേണ്ടത്. കുറ്റാരോപിതരായ നേതാക്കൾ എവിടെയെന്നറിയില്ല. അന്വേഷണത്തിന് ശേഷം നടപടിയെടുക്കുമെന്നും ആർക്കുവേണ്ടിയും പ്രതിരോധമുണ്ടാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കൂടുതൽ ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ പിന്നെ ഇതായിരുന്നു നടന്നത്. ഇയാൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. വിജയേട്ടൻ മരിച്ചു കഴിഞ്ഞാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ കമ്മിറ്റി വന്നത്. അതുപോലെ അറിയില്ല ഇയാൾക്ക്. എൻ.എം. വിജയന്റെ മരണം നടന്ന് ഇന്നേക്ക് ആദ്യമായാണ് ഒരു സംസ്ഥാന നേതാവ് ഇന്ന് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയത്. കുടുംബവുമായി വി.ഡി. സതീശൻ കൂടിക്കാഴ്ച നടത്തി. എൻ.എം. വിജയന്റെ മകനുമായി മാധ്യമങ്ങളെ മാറ്റി നിർത്തി ചർച്ച നടത്തി. കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതായി കുടുംബം പിന്നീട് അറിയിച്ചു. കൈരളി ന്യൂസ്, വയനാട്.